ധനുഷാണെന്ന് 50ാമത്തെ ചിത്രം. 50ാമത്തെ ചിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹു ഗംഭീരം, അതിമനോഹരമായിട്ടുള്ള മ്യൂസിക്കും അതുപോലെ തന്നെ നല്ലൊരു പാട്ടുണ്ട്. അതിപ്പോ റീൽസ് ഓടിക്കൊണ്ടിരിക്കണം. യാ റഹ്മാനെ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലേ. യാ റഹ്മാന്റെ സംഗീതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലൊരു 3 വരിയുണ്ട്. അതിപ്പം റീൽസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ രോമം എണീറ്റ് നിൽക്കുകയാണ്. അതിനെങ്ങാടി ധനുഷിന് ഒപ്പം കട്ടയ്ക്ക് നിൽക്കുകയാണ് സൂര്യ വില്ലായി. എന്റെ അമ്മ കിടക്കാച്ചി വില്ല കിടക്കാച്ചി അസുരന്റെ റേഞ്ച് വരുമോ? അസുരന്റെ റേഞ്ച് അസുരൻ വേറെ ലെവല്, ഇതും വേറെ ലെവല് പടമാണ്. ധനുഷന്റെ 50ാമത്തെ പടമാണ്. പക്ഷെ ഒരേ കണക്ക് കട്ടയ്ക്ക് നിൽക്കുകയാണ്. കാരണം നമ്മളെ കണ്ണ് നനയ്ക്കുന്ന സീൻസുകളുണ്ട് ആദ്യമേ തന്നെ, ലാസ്റ്റും അതുപോലെ തന്നെ ഇടയ്ക്ക് വെച്ച്. അതായത് സമ്മതിക്കണം അണ്ണന് ഈ ഇത്രയും സ്ക്രിപ്റ്റൊക്കെ അണ്ണന് എഴുതാൻ പറ്റിയ സമ്മതിക്കണം. ഡയറക്ഷനും ആക്ഷൻ എടുത്ത് പറയാനാണ്. സൂര്യ അടിപൊളിയാണ്. പിന്നെ അതിനൊപ്പം ആക്ഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാളിദാസൻ, ജയറാമിൻ്റെ മകൻ കാളിദാസന് ഇത്രയും പടം കണ്ടാൽ നല്ലൊരു ക്യാരക്ടർ കൊടുത്തത് ഈ ഒരു സിനിമയിലാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അപർണ ബാലമുരളി എല്ലാം കട്ടയ്ക്ക്. അതുപോലെ ധനുഷിനെ സഹോദരിയായിട്ട് അഭിനയിച്ച ആ പെണ്ണ് വേറെ ലെവല്. ഫൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഫൈറ്റ്. ആ പെണ്ണ് ഒരു രക്ഷയില്ല. നമ്മളെ കണ്ണ് നനയപ്പോൾ നമ്മളെ കണ്ടു നമ്മളെ ചങ്ക് തറ അണ്ണം വേറെ ലെവൽ. എൻ്റെ അമ്മ ആ പാട്ട് എനിക്ക് സത്യം പറയാം റീൽസ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ച് നിൽക്കുകയാണ്. ധനുഷുണ്ട് റീൽസ് വേറെ ലെവല്.